വലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്ലാസ്സിൽ എടുത്തതേ കറണ്ട് പോയി പെട്ടെന്ന്. അതിൽ കുറച്ച് ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. ആ ഭാഗം കൂടി കഴിഞ്ഞാൽ പിന്നെ വുമൺ ആൻഡ് പൊളിറ്റിക്സ് നടത്തൊരു അധ്യായം വരുന്നുണ്ട്. ഓക്കെ. പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ഫോർ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത 2 പ്രോഗ്രാംസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2010, വർക്കിംഗ് കണ്ടീഷൻ ഫോർ വുമൺ ആൻഡ് ചൈൽഡ്. അപ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം. പിന്നെ യുവിൻ രജിസ്ട്രേഷൻ ആൻഡ് ഇൻഷുറൻസ് എന്നിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം. ദിസ് എൻഷുർ ഓൾ ഓർഗനൈസ്ഡ് വർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്. ഇതെന്താണ്? ഈ 2 പ്രോഗ്രാമിലൂടെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് വർക്കേഴ്സിനൊക്കെ എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി, സുരക്ഷിതത്വം, ബെനിഫിറ്റൊക്കെ ലഭിക്കുന്ന സംഭവമാണിത്. ഓക്കെ. പിന്നെ ബെനിഫിഷ്യറീസ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് എന്നൊരു സബ്ജക്റ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആക്റ്റുകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആക്റ്റുകളെ കുറിച്ച് ഒന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, നാഷണൽ ഫാമിലി, അതിൽ പുസ്തകത്തിൽ നേരെ ഡോട്ട് ഇട്ടിട്ടുണ്ട്, നാഷണൽ ഫാമിലി പിന്നെ ബെനിഫിറ്റ് സ്കീം ഒക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ. പിന്നെന്താണ് ജനന സുരക്ഷാ യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അങ്ങനെ കുറേ 5-6 സാധനം അതിൽ പുസ്തകത്തിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ ചില ആക്റ്റുകൾ, സെക്യൂരിറ്റി ആക്റ്റുകൾ എന്താണ് സ്ത്രീകളെ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആക്റ്റുകളൊക്കെ ഉണ്ടെന്നാണ് അതിൽ പറയുന്നത്. ഇന്ത്യയിൽ 94% സ്ത്രീകൾ വുമൺ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് സോഷ്യൽ ഡിഗ്നിറ്റി, അഭിമാനം അല്ലെങ്കിൽ ആത്മാഭിമാനത്തോട് ജോലി ചെയ്യാന്നുള്ളവർക്ക് സാധിക്കണില്ല. സോഷ്യൽ സെക്യൂരിറ്റി അവർക്കില്ല. റൈറ്റ് ടു ബി കോൾഡ് വർക്ക്, അല്ലേ, വർക്കേഴ്സ് എന്ന് ഒന്ന് വിളിക്കപ്പെടാനുള്ള അവകാശം പോലും അവർക്കില്ലാത്ത അവസ്ഥയാണ്. അവർ തൊഴിലാളികൾ എന്ന അർത്ഥത്തിൽ പോലും അവർ പരിഗണിക്കുന്നില്ല. ഓക്കെ. പെയ്ഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പാട്രിയാർക്കി ആൻഡ് റിലീജിയസ് നോംസ്, അല്ലേ. അപ്പോൾ ഈ സ്ത്രീകൾ ഈ അർത്ഥത്തിൽ ഇങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റിയോ ഡിഗ്നിറ്റിയോ ഒന്നും ഇല്ലാതെ അവർ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ലാക്ക് ഓഫ് വേജ് ഇങ്ങനെ ജോലി ചെയ്യേണ്ടി വരുന്നത്, അതൊക്കെ പലപ്പോഴും പാട്രിയാർക്കൽ മനോഭാവത്തു നിന്നാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാതെ, സ്ത്രീകൾക്ക് തുല്യവേതനം കൊടുക്കാതെ ഉള്ള ആ ഒരു രീതി, ഒരു പുരുഷ മേധാവിത്വ സമീപനം പൊതുവേ സമൂഹത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇതുള്ളത്. ഓക്കെ. അതോടൊപ്പം തന്നെ റിലീജിയസ് നോംസ്, മതപരമായിട്ടുള്ള ചില പിന്നെ നിയമ സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് അതിൽ പറയുന്നത്. കാറ്റഗറൈസ് ആസ് വുമൺ വർക്ക് നോട്ട് വാല്യൂഡ്, അല്ലേ. അപ്പോൾ പിന്നെ വുമൺ വർക്ക് ഇത് പെണ്ണുങ്ങളെ വർക്ക് എന്ന അർത്ഥത്തിൽ ചില വർക്കുകളെ കാറ്റഗറൈസ് ചെയ്യുകയും അതിനർത്ഥത്തിൽ വാല്യൂ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ഓക്കെ. ഇനി വുമൺ ആൻഡ് പൊളിറ്റിക്സ് എന്നൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് നിങ്ങൾ റെഡിയാണ്, നമുക്ക് 3 എടുക്കാമായിരുന്നു.